ഒരാഴ്ചയുടെ ഇടവേളകളിൽ നടന്ന 2 സംഭവ വികാസങ്ങൾ തലസ്ഥാന നഗരിയിൽ. അതായത് ഒന്ന്, 2 ആഴ്ചയ്ക്ക് മുമ്പ് പിണറായി വിജയൻ്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നു. അന്ന് അവിടെ നടന്ന അക്രമ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് അവിടെ പോലീസ് കൈക്കൊണ്ട സമീപനം എന്താണെന്നും നമ്മൾ കണ്ടതാണ്, ഇല്ലേ? ഇ ഡി ഉദ്യോഗസ്ഥരെ ചുടുകല്ലും മുട്ടയുമൊക്കെ ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു കേരള പോലീസ്. അന്ന് അവർ പറഞ്ഞത് ഇ ഡി ഇവിടെ പരിശോധനയ്ക്ക് വരുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ യാതൊരു സംവിധാനങ്ങളും ഒരുക്കിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആഭ്യന്തരമന്ത്രി അടക്കം തടി തപ്പുകയായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം വരുമ്പോൾ, വട്ടിയൂർക്കാവിലെ ഒരു ഇഷ്യൂ വരുമ്പോൾ, ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള മറ്റൊരു തലമാണ് തീർക്കുന്നത്. അതായത് തിരുവനന്തപുരത്തെ ഒരു കൗൺസിലർ, അല്ലേ, നഗരസഭ കോർപ്പറേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു വാർഡിലെ പ്രധാനപ്പെട്ട ഒരു കൗൺസിലർ, BJPയുടെ കൗൺസിലർ സുഗതൻ, അദ്ദേഹത്തിന് എന്താണ് ഈ കാപ്പ ചുമത്താനുള്ള കാരണം ഒന്നുകൂടി അത് ഒരുപക്ഷെ പ്രേക്ഷകരൊക്കെ അറിഞ്ഞു കാണും, എന്നാലും ഒന്നുകൂടി നമ്മളത് പറയേണ്ടിയിരിക്കുന്നു. അവിടുത്തെ ഒരു അമ്പലത്തിലെ ഉത്സവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഉത്സവം അലങ്കോലമാക്കാൻ വന്ന 2 പേരെ ചോദ്യം ചെയ്തതാണ് ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അപരാധം. അതോടുകൂടി ഇദ്ദേഹത്തിനെതിരെ കാപ്പ ചുമത്തുകയാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ ഗുണ്ടാ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ കാപ്പ ചുമത്തുന്നത്. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരാളല്ല. അവിടെ ഈ നാട്ടിലെ ഒരു അമ്പലത്തിലെ ഉത്സവം കലക്കാൻ വരുമ്പോൾ ചോദ്യം ചെയ്ത ഒരാളാണ് ഇത്തരത്തിൽ കാപ്പ മുദ്ര കുത്തപ്പെട്ട് പോലീസ് ഈ കാണുന്ന വലിയ കോലാഹലങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ഈ ഒരു അറസ്റ്റിലേക്ക് പോയത്. അപ്പോൾ സത്യത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു ഈ അറസ്റ്റ്, ആർക്ക് വേണ്ടിയായിരുന്നു അറസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഒരു കാര്യം കൂടി പ്രസക്തമാണ്. അതായത് ഈ ഇ ഡി റെയ്ഡ് നടക്കുമ്പോൾ മ്യൂസിയത്തിൻ്റെ ചുമതലയുള്ള പോലീസ് ആരായിരുന്നു? പ്രശാന്ത്, അല്ലേ? തികഞ്ഞ LDF കാരൻ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വട്ടിയൂർക്കാവിൽ ഉള്ള വിപിൻ എന്ന് പറയുന്ന ഈ ഒരു SI. ഇവർ 2 പേരും LDF കാരാണ്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭരണം മാറി ഇപ്പോൾ 1 മാസം ഒന്നാകാൻ പോകുന്നു, എന്നിട്ടും കേരളത്തിലെ പോലീസിൻ്റെ കടിഞ്ഞാൺ ഇപ്പോഴും LDFൻ്റെ കൈകളിൽ തന്നെയാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണിത്. അല്ലെങ്കിൽ മനഃപൂർവ്വം ആഭ്യന്തരമന്ത്രിയെ ചെളിവാരി എറിയാൻ വേണ്ടി പോലീസിനുള്ളിൽ തന്നെ വളരെ കരുതിക്കൂട്ടി നടക്കുന്ന പല ശ്രമങ്ങളുടെ ഫലമാണ് ഇതെന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ പറഞ്ഞ് തള്ളിയേക്കാം, പക്ഷേ ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെയും ഈ ഇ ഡി പ്രശ്നവും ഈ ഒരു വട്ടിയൂർക്കാവിലെ ഈ ഇത്തരത്തിലുള്ള ഒരാളിനെ പിടിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ അവരുടെ ഓപ്പറേഷൻ രീതി തന്നെ വലിയ ചർച്ചയാകേണ്ടതാണ്, അല്ലേ? ഇതിനു മുന്നേ പോലീസ് ഈ രീതിയിലാണ് കാണിച്ചത്. അപ്പം ഇ ഡിയുടെ വിഷയത്തിൽ പോലീസ് വളരെ മയപ്പെട്ട് നിൽക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ അതിന് മുന്നേ മറ്റൊരു വിഷയമുണ്ടായിരുന്നു. ഏതായിരുന്നു? ഒഴിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കോളനിയിലെ കുറച്ച് വീടുകൾ ഒഴിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പോലീസിൻ്റെ നീക്കം എങ്ങനെയായിരുന്നു? ജനങ്ങളെ അടിച്ചൊതുക്കിക്കൊണ്ട് ജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു നീക്കം.